ഗ്ലോറി ടു ഗോഡ്. ലീവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ജോൺ ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ബിസിനസ്സിന് നേരെ നിൽക്കുന്ന ചില എതിരുകളുണ്ട്. ആ എതിരുകൾ പൂർണ്ണമായി മാറേണ്ടതിനായിട്ടും ദൈവം ആ ബിസിനസ്സിനെ പൂർണ്ണമായി കരുതി മുമ്പോട്ട് നടത്തുകയും ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ അടുത്ത പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് താൻ അവിടെ ആഫ്രിക്കയിൽ സ്കൂൾ നടത്തുന്നു. ആ സ്കൂളിന് ഈ ദിവസങ്ങളിൽ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് സൂക്ഷിക്കേണ്ടതിനായിട്ടും അവരെ എല്ലാ നിലയിലും ദൈവം കരുതി മുൻപോട്ട് നടത്തുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ ജോൺ ബ്രദറിൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ, പ്രത്യേകിച്ച് തൻ്റെ കാലിന് പൂർണ്ണ ബലവും ആരോഗ്യവും കർത്താവ് കൊടുക്കേണ്ടതിനായിട്ടും സൗഖ്യം കൊടുക്കേണ്ടതിനായിട്ടും തൻ്റെ കുടുംബത്തെ, തൻ്റെ തലമുറയെ ദൈവം കരുതുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? പ്രത്യേകിച്ച് ജോൺ ബ്രദർ ഹല്ലേലൂയ എല്ലാ മാസവും ഒരു എപ്പിസോഡെങ്കിലും സഹായിച്ചുകൊണ്ട് ഈ മിനിസ്ട്രിയെ താങ്ങുന്നൊരു ബ്രദറാണ്. എൻ്റെ കൂടെ നിങ്ങളും ഈ സമയത്ത് ജോൺ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. തൻ്റെ ബിസിനസ് അനുഗ്രഹത്തോടെ മുമ്പോട്ട് നടക്കേണ്ടതിനായിട്ടും, തൻ്റെ വിദ്യാഭ്യാസ മേഖല ആ സ്കൂൾ ഏറ്റവും അനുഗ്രഹത്തിൽ നടക്കേണ്ടതിനായിട്ട്, തൻ്റെ കുടുംബത്തെ ദൈവം കരുതേണ്ടതിനായിട്ട്, എല്ലാ എതിരുകളിൽ നിന്നും സൂക്ഷിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം പ്രിയരെ. കാരണം ഈ മകൻ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. എൻ്റെ യേശു ആർക്കും കടക്കാനല്ല. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തനിക്ക് വേണ്ടി വെളിപ്പെടേണ്ട സാമ്പത്തികൾ മുഴുവൻ എവിടെല്ലാം തൻ്റെ സാമ്പത്തികം സ്റ്റക്കായി നിൽപ്പുണ്ടോ, തടഞ്ഞു നിൽപ്പുണ്ടോ, അതെല്ലാം അനുഗ്രഹമായി തുറന്നു വരേണ്ടതിനായിട്ട് എൻ്റെ കൂടെ നിങ്ങളും ഒരു വാക്ക് പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രാർത്ഥനയിൽ വഴികൾ തുറക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എങ്കിൽ എൻ്റെ കൂടെ നിങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജോൺ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്താൻ ശക്തനാകിയ കർത്താവെ, തൻ്റെ ബിസിനസ്സിന് നേരെ നിൽക്കുന്ന എതിരുകൾ, തനിക്ക് ആ ദേശത്തിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന വാദങ്ങൾ ഈ മിനിറ്റിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാറുകയും അത്ഭുതകരമായ ദൈവത്തിൻ്റെ വഴികൾ തുറക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ മുമ്പാകെ ശത്രു കാണുക വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ കരം കർത്താവെ തനിക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. അപ്പ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആ സ്കൂളിനെ യേശുവിൻ്റെ രക്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സ്കൂളിനെ മറക്കിയപ്പ കർത്താവിൻ്റെ കരം വെളിപ്പെടണമേ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ശാരീരിക അനുഭവത്തിൽ പൂർണ്ണ സൗഖ്യം, പൂർണ്ണ ബലം, പൂർണ്ണമായ നന്മ, സമാധാനം, സ്വസ്ഥത ഈ കുടുംബത്തിൻ്റെ മേളിലേക്കും തൻ്റെ മേളിലേക്കും വർദ്ധിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ തമ്പുരാൻ വലിയ ചില വിടുതലുകൾ തനിക്ക് വേണ്ടി അയക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുത വിടുതൽ തനിക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വരാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എൻ്റെ ദൈവം വിടുവിക്കുന്നവനാണ്. 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റാത്ത പ്രതികൂലത്തിലും നിങ്ങൾ രോഗത്തിൻ്റെ അനുഭവത്തിലുമാണെങ്കിൽ ഈ വചന സന്ദേശം വ്യക്തതയോടെ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സൗഖ്യം നടക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. 2012 മുതൽ അനേക മീഡിയ മാർഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാനും അനേക ആയിരങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ വിടുതലായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും എൻ്റെ കൂടെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്തും ചില നന്മകൾ ദൈവം തുറക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില വിടുതലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും
സ്വീകരിക്കണം ഇപ്പോൾ തന്നെ പ്രാർത്ഥനയോടുകൂടെ. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇത് പാറയെ തകർക്കുന്ന ചുറ്റികലാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് ചെല്ലാൻ പറ്റാത്തടത്ത് ഈ വചന കേൾവിയിൽ നീ ആമേൻ പറയുമെങ്കിൽ ഇതാ വേഗത്തിൽ ഒരു വിടുതലിന് വേണ്ടി വചനം എഴുന്നേൽക്കുകയാണ്. വചനത്തിനകത്ത് ഒന്നുകൂടെ നിൽക്കാമെങ്കിൽ ഈ വചനം നിങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. വചനത്തിൻ്റെ കേൾവിയിൽ ഒന്നുകൂടെ നിൽക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വചനം നിങ്ങളെ സൗഖ്യമാക്കും. കാരണം ഡോക്ടറിനോ എക്സ്റേ രശ്മികൾക്കോ സ്കാനിങ്ങിനോ കാണാൻ പറ്റാത്തത് ഈ വചനം അകത്ത് ചെന്ന് വേർതിരിക്കും. അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വിളിച്ചു പറയുന്നു, ഈ വചനം കേൾക്കുന്നവനും ഇത് വായിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടുമെന്ന്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളറിയാതെ ഇന്ന് അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങളറിയാതെ നിങ്ങൾ വിടുതൽ പ്രാപിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തും മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കാരണം ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വചനം ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഈ വചനത്തിൻ്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരത്തില്ലെങ്കിൽ ഈ വചനം എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് നമ്മൾ അടുക്കുകയാണ്. എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥനയോടെ എത്ര പേർ ശ്രദ്ധിക്കാൻ തുടങ്ങും? ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മകൾ തടയപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഹല്ലേലൂയ. എങ്കിൽ ഈ സന്ദേശം നിങ്ങൾ വ്യക്തമായി കേൾക്കണം. ഹല്ലേലൂയ. ജീവിതത്തിൽ നന്മകൾ തടയപ്പെടുന്നവരാണോ നിങ്ങൾ ഈ സന്ദേശം ഉറപ്പായി കേൾക്കണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ നമുക്ക് തടയുന്ന മേഖലകളെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം ശ്രദ്ധിക്കുന്നവർക്കറിയാം. ഹല്ലേലൂയ. അവിടെ 10 കന്യകമാർ മണവാളനെ എതിരേൽക്കാനായി ഒരുങ്ങുകയാണ്. അവർ വിളക്കിൽ തീ കത്തിച്ചുകൊണ്ട് ആ വിളക്കിൽ എണ്ണയുമായിട്ട് അവർ ഒരുങ്ങുകയാണ്. എന്നാൽ ഇത് നിത്യതയോടെ പ്രസംഗിക്കുന്ന ഒത്തിരി പ്രസംഗങ്ങൾ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. ഒരുക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന നിലയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വിളക്കിൽ എണ്ണ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ ഭാഗം പ്രാർത്ഥിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് 10 കന്യകമാരാണ് എഴുന്നേൽക്കുന്നത്. പക്ഷേ 5 കന്യകമാർക്ക് മാത്രമേ മണവാളനെ കാണുവാനും മണവാളനെ എതിരേൽക്കാനും കഴിഞ്ഞോളൂ. ബാക്കി 5 പേർക്ക് അത് സാധിച്ചില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക്, പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. 6-ാമത്തെ വാക്യം, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. ആ 10 കന്യകമാരും മണവാളനെ കാണുവാനായിട്ടുള്ള ആഗ്രഹത്തിൽ ആവേശത്തിൽ ഇറങ്ങിയവരാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ 10 പേരും രക്ഷിക്കപ്പെട്ടവരാ, 10 പേരും ദൈവത്തെ അറിഞ്ഞവരാ. ഹല്ലേലൂയ. എന്നാൽ ആ 5 പേർ മാത്രം എക്സ്ട്രാ എണ്ണ കരുതിയിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, എന്നാൽ ഈ 10 പേരും ഒരു ടൈം വെച്ചിരുന്നു. ആ ടൈമിൽ മണവാളൻ വരുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. അവർ അങ്ങനെ ആയിരിക്കാം അറിഞ്ഞിരുന്നത്. ഹല്ലേലൂയ. അവരിൽ ആരും കുറവോ കുഴപ്പമോ ഉണ്ടായിരുന്നെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ മണവാളൻ വരാൻ ലേറ്റായിപ്പോയി. ഹല്ലേലൂയ. ആ ലേറ്റായ സമയത്ത് ഈ 10 പേരും മയക്കം പിടിച്ചുപോയി. കാരണം പറഞ്ഞ സമയത്തിൽ മണവാളൻ വന്നില്ല. ഇതിനകത്തുനിന്ന് ഞാൻ ഒരു ആഴം നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുകയാണ്. നിങ്ങൾ ഹല്ലേലൂയ അടുത്ത ദിവസം ഒരു വിടുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നയാളാണോ? കഴിഞ്ഞ നാളുകളിൽ ഡേറ്റുകൾ പറഞ്ഞ് ആ വിടുതൽ നടക്കുമെന്നും ആ ജോലി കിട്ടുമെന്നും ആ നന്മ വെളിപ്പെടുമെന്നും ആ വിവാഹം നടക്കുമെന്നും ഒക്കെ ചിന്തിച്ച ആൾക്കാരാണോ? പക്ഷെ പറഞ്ഞ ഡേറ്റുകളൊന്നും നടന്നില്ല. ഹല്ലേലൂയ. എന്തോ നിങ്ങളെ ലേറ്റാക്കിയതുപോലെ, എന്തോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മയെ തടഞ്ഞതുപോലെ ഒരു തോന്നൽ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഈ 10 പേരെയും പറഞ്ഞ സമയത്തിലേക്ക് എത്തിക്കാത്ത രീതിയിൽ മണവാളൻ്റെ ആ വരവിനെ ലേറ്റാക്കിയതായി കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മേലോട്ട് ലേറ്റാക്കുന്ന നിലകളിൽ വ്യാപരിക്കുന്ന നന്മകളെ അടുപ്പിക്കാത്ത രീതിയിൽ, നന്മകളെ തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുകളിൽ വാദിക്കുന്ന ചില എതിർപ്പുകൾ കാണാം. അതിൻ്റെ മേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, ഹല്ലേലൂയ, ഇതിനെ ജയിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ അഭിഷേകത്തിലാണ്. രാജാക്കന്മാരുടെ പുസ്തകം ശ്രദ്ധിക്കുമ്പോൾ ഏലിയാവിൻ്റെ മേളിലേക്ക് ദൈവത്തിൻ്റെ കരം വരികയും അവൻ ആഹാബിൻ്റെ രഥത്തിന് മുമ്പായി പോവുകയും ചെയ്യുന്നത് കാണാൻ കഴിയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ പ്രതിസന്ധിയുടെ മുമ്പിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിന് വേണ്ടി, ഉയർന്ന തലത്തിന് വേണ്ടി നിങ്ങൾ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം. ഈ വർഷം ഉയർന്ന തലമാണ് ഞാൻ ചിന്തിക്കുന്നത്. വിശ്വസിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവവചന ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്ന നിലയിൽ വചനത്തെ രാവും പകലും ധ്യാനിക്കുകയും വചനത്തിനകത്ത് സന്തോഷിക്കുകയും
വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റിനകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെയും ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മകൾ മുടങ്ങാതിരിക്കേണ്ടതിന്, നന്മകൾ വൈകാതിരിക്കേണ്ടതിന്, ഒന്ന്, അഭിഷേകത്തിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. രണ്ട്, ഹല്ലേലൂയ, വചനത്തിനകത്ത് നിൽക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, ഞാനത് ചെയ്തു തരും. വിശ്വസിക്കുന്നതിലുണ്ടോ? മുടക്കം വരാത്ത നിലകളിൽ ദൈവം നിങ്ങളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ 5 കന്യകമാരുടെ കുറവാണെന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോഴും 10 കന്യകമാരും ഉദ്ദേശിച്ച ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞിട്ടും മണവാളൻ വന്നില്ല. ആ സമയത്താണ് അവർ മയക്കം പിടിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ സമയത്തിന് മുമ്പേ ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ അഭിഷേകത്തിൽ വചനത്തിനൊക്കെ തൊന്നുകൊണ്ടെന്ന് ഉറച്ചാട്ടെ. നിങ്ങൾ ചിലവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഫറവോന്യ സ്പിരിറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഫറവോന്യ സ്പിരിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫറവോൻ്റെ ആധിപത്യം. അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ ആരെങ്കിലും കിട്ടിയാൽ അവരെ അടിമയാക്കി കളയും, പിന്നെ അവരെ നന്മയിലേക്ക് വിടത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ മോശയോട് ചേർന്നുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് ദൈവം അയക്കാൻ പോകുന്നു. ഉറച്ചു നിൽക്കുക, ഭയപ്പെടരുത്. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കാണണം. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി കാണത്തില്ല. ദൈവം നിങ്ങളെ വിടുവിക്കാൻ ശക്തനായി നിൽക്കുകയാണ്. അപ്പോൾ ആ ഫറവോനിയ സ്പിരിറ്റിനെ കുറിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയും നമ്മളതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പോകുകയാണ്. ഒരുമിച്ച് നമുക്ക് അറിയാം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 8-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. അപ്പോൾ ഫറവോൻ മോശയും അഹരോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തെ യാഗം കഴിപ്പിൻ എന്ന് പറഞ്ഞു. ഫറവോൻ മോശയും ഇസ്രായേൽ മക്കളെയും വിടുവാൻ തയ്യാറല്ല. മോശയോടും അഹരോനോടും പറയുക, നിങ്ങൾ ദൂരെയൊന്നും പോകണ്ട, നിങ്ങൾ ഈ ദേശത്ത് തന്നെ നിങ്ങളുടെ ദൈവത്തിനങ്ങ് യാഗം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ പിടിയിൽ നിന്ന് നിങ്ങളെ വിടാൻ തയ്യാറല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതായിരിക്കാം, നിങ്ങൾ സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കും, പക്ഷേ നന്മ കാണുന്നില്ല. ഇപ്പോഴും ശത്രുവിൻ്റെ ആധിപത്യമാണ് നിങ്ങളുടെ മേളിൽ നിൽക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ മേളിൽ ഈ ഫറവോനിയ ശക്തി നിൽപ്പുണ്ട്. അതിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ 28-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് തന്നെ യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം. അതിദൂരത്ത് മാത്രം പോകരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ എപ്പോൾ ഫറവോൻ രണ്ടാമത് പറയുകയാണ്, നിങ്ങൾ ഒത്തിരി ദൂരമൊന്നും പോകരുത്, നിങ്ങൾ എൻ്റെ കൺദൂരത്ത് തന്നെ നിൽക്കണം, കാരണം നിങ്ങളെ ഞാൻ വിടാൻ തയ്യാറല്ല. നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന പോലെ. ചിലവർ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു ആരാധന കഴിയുമ്പോൾ, ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ ഫ്രീ ആയതുപോലെ തോന്നും. പക്ഷേ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ പഴയ രോഗം, പഴയ പ്രശ്നം അവരെ മുറുകെ പിടിക്കുന്നത് കാണാൻ പറ്റും. അവരുടെ ജീവിതത്തിനകത്ത് വീണ്ടും വീണ്ടും വിടുതലില്ലായ്മകൾ കാണാൻ കഴിയും. അറിയാം, ആ പ്രാർത്ഥിച്ച സമയത്തൊരാശ്വാസം. പിന്നെ അവർ പാസ്റ്ററിനെ കുറ്റം പറയുന്നത് പോലെയാണ്. അല്ലല്ല, നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ ഫറവോനിയ ശക്തിയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായി മോചിക്കപ്പെടണം. കാരണം നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം വിടുതലിൻ്റെ നായകനാണ്. ഹല്ലേലൂയ. നിങ്ങളിത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ എൻ്റെ ദൈവം 30 ലക്ഷത്തിന് മുകളിൽ വരുന്ന ജനത്തെ വിടുവിച്ചവനാണെങ്കിൽ നിങ്ങളെയും വിടുവിക്കാൻ ശക്തനാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തും അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. അപ്പോൾ രണ്ടാമത് ഫറവോൻ പറയുക, ഞാൻ കാണുന്ന ദൂരത്ത് വരെ നിങ്ങൾ പോകാവൂ, നിങ്ങൾ എന്നെ വിട്ട് പോകരുത്. കാരണം ഒരു റബ്ബർ ബാൻഡ് വലിച്ചു വിടുന്നത് പോലെയാണ്, തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൂടെ കഴിഞ്ഞ് നിങ്ങൾ 10-ാം അധ്യായത്തിലേക്ക് കടന്നു പറയുമെന്ന് ഓർപ്പിക്കുന്നു. 10-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അപ്പോൾ ഫറവോൻ മോശെ വിളിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിക്കുവിൻ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങനെ നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ കൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. ഫറവോൻ്റെ ശക്തിയുടെ ഏറ്റവും വലിയ തന്ത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ഇപ്പോൾ ഫറവോൻ മൂന്നാമത് പറയുകയാണ്, നിങ്ങളങ്ങ് ആരാധിക്കാൻ പോക്കോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ മക്കളെ കൂടെ കൊണ്ടുപോയിക്കോ, പക്ഷേ നിങ്ങളുടെ സമ്പത്തിനെ കൊണ്ടുപോകരുത്. നിങ്ങളുടെ ആടുകളും കന്നുകാലികളും ഒക്കെ എൻ്റെ അടുക്കൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ സമ്പത്ത് തരാതെ നീണ്ട നാളുകളായി നിങ്ങൾ ആരാധിക്കുകയാണ്. നിങ്ങൾക്ക് വിടുതലില്ല. ആ ആരാധനയൊന്നും ഒരു പൂർണ്ണതയല്ല പ്രിയരെ, നിരാശയിലായിരിക്കും ആരാധിക്കുന്നത്. ഇസ്രായേൽ മക്കൾ വിടുതൽ പ്രാപിക്കുന്നതിന് മുമ്പേ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പേ ഒരു ആട്ടിൻകുട്ടിയെ എനിക്ക് വേണ്ടി അറുക്കണം, അല്ലെങ്കിൽ യാഗം കഴിക്കണം. നിങ്ങൾ വിശ്വസിക്കാവോ? ആ ആട്ടുകുട്ടിയുടെ രക്തമാണ് അവരുടെ വാതിൽക്കൽ തളിക്കുന്നത്. അന്ന് രാത്രി സംഹാരകൻ അടയാളമായി വെളിപ്പെടുന്നത് ആ രക്തത്തിൻ്റെ അടയാളമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ ഫറവോനിയ ശക്തികളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ യേശുവിൻ്റെ രക്തത്തിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ സ്വതന്ത്രരാകേണ്ടവരാണ്. ഹല്ലേലൂയ. രണ്ടാമത് നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടവരാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആഴം വിളിച്ചു പറയാം, നിങ്ങൾ വിടുവിക്കുന്ന ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കണം. ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യം നിങ്ങൾ തിരിച്ചറിയണം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവം എന്ന് പൂർണ്ണമായി ഉറയ്ക്കണം പ്രിയരെ.
നീതിമാന്മാർ നിലവിളിച്ചു, അവൻ അവരെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരുടെ നിലവിളിയിൽ വിടുവിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സകല കഷ്ടങ്ങളിൽ നിന്നും, കഷ്ടപ്പെടുത്തുന്ന ഫറവോന്യ ശക്തികളിൽ നിന്ന് എൻ്റെ ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവർ ഉറ്റിരുന്നാട്ടെ, ഒരു ഭയങ്കര വിടുതൽ നടന്നിരിക്കും നിശ്ചയം. 19-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ 19-ാമത്തെ വാക്യം പറയും അനർത്ഥം, 17-ാമത്തെ വാക്യത്തിൽ സകല കഷ്ടങ്ങൾ. അല്ലെങ്കിൽ വിശ്വസിക്കാമെങ്കിൽ കഷ്ടത്തിൽ നിന്നും, കഷ്ടപ്പെടുന്ന ഫറവോന്യത്തിൽ നിന്നും അനർത്ഥങ്ങളെ കൊണ്ടുവന്ന് വിടത്തില്ലെന്ന് പറയുന്നതിനകത്തുനിന്നൊക്കെ എൻ്റെ കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. ദൂതന്മാർ പാളയമിറങ്ങി വിടുവിക്കുമെന്ന് വിശ്വസിക്കാട്ടെ. എൻ്റെ കർത്താവ് ആ ഭയത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. പൂർണ്ണമായിട്ടും എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ആ കണ്ണുകളൊന്ന് അടച്ച് പൂർണ്ണമായിട്ട് വിശ്വസിച്ചാട്ടെ. ഇപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ രക്തം ഇവരെ വിടുവിക്കട്ടെ, യേശുവിൻ്റെ നാമം ഇവരെ വിടുവിക്കട്ടെ. കർത്താവെ, ഇവരുടെ ജീവിതത്തിനകത്തും നന്മകളെ തടയുന്ന എല്ലാ മേഖലയിലും ഒരു വലിയ അത്ഭുതം ഇവർ കാണട്ടെ. കർത്താവിൻ്റെ കര ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഹല്ലേലൂയ മുമ്പോട്ട് വിടത്തിലെന്ന് പറയുന്ന ഫറവോന്യ ശക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ മുറിഞ്ഞു മാറി. യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്തിൽ ഇവർ സ്വതന്ത്രരാകുകയാണ്. ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ നടന്നതിനായി നന്ദി. ആമേൻ. പ്രിയരെ, നിങ്ങൾ വിശ്വാസത്തോടുകൂടെ അത്ഭുത സാക്ഷ്യങ്ങളിലേക്ക് കടന്നു വരണം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിൽ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ 3 ദിവസം ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് എന്നെ ഇവിടുന്ന് ഇടയാക്കി തന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ സാക്ഷ്യം പറയുവാനായിട്ട് തുടങ്ങിയാൽ ഇന്ന് പാസ്റ്റർക്ക് ഇന്ന് ഇവിടെ നിർത്തിയിട്ട് തിരുവനന്തപുരത്ത് പോകാനും പറ്റില്ല, നിങ്ങളൊന്നും വീട്ടിൽ പോകാനും പറ്റില്ല. അത്രമാത്രം സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടോ, ഞാൻ വഴി നടത്തുന്ന ദൈവമാണ് എന്ന് കൽപ്പിച്ചവൻ എന്നെ അവിടുന്ന് ഇത്രത്തോളം അവിടുന്ന് വഴി നടത്തി. കഴിഞ്ഞ 30 വർഷക്കാലം സൗദി അറേബ്യയിലായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. മൊത്തം എൻ്റെ കൊണ്ടല്ല, കൂടെ നിന്നവരെ വിശ്വസിച്ച കാരണത്താൽ സർവ്വതും നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ആദ്യത്തെ ദിവസം, ഉപവാസത്തിൻ്റെ ആദ്യത്തെ ദിവസം പ്രത്യാശ് പാസ്റ്റർ പ്രസംഗിച്ചു. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കുശവന് അറിഞ്ഞുകൊണ്ട് ഉടയ്ക്കുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കുശവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഉടച്ചതാണ്. ഉടച്ച് നല്ലൊരു പാനപാത്രമാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് ഉടച്ച് രണ്ടാമത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പണിയ് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാനിപ്പോൾ വന്നിട്ട് പല പ്രാവശ്യം ഞാൻ പാസ്റ്റർ എടുത്ത് പറഞ്ഞു, പാസ്റ്ററെ ഒത്തിരി നീളുന്നുണ്ട്. ഞാൻ എൻ്റെ 30 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ഞാനൊരു 4-4.5 മാസം ഇന്ത്യയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. ഇത്രയും കാലം ഞാനൊരു തുടരെ ഒരു 4.5 മാസക്കാലമായിട്ട് ഇന്ത്യയിൽ നിന്നിട്ടില്ല. കാരണം ഞാനിവിടെ വന്നാൽ 15 ദിവസം 20 ദിവസം അതൊക്കെയാണ് എൻ്റെ മാക്സിമം. ഞാനൊരു വരവിൽ നിൽക്കുന്നത്. പോയിട്ട് ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, 2 മാസം കൂടുമ്പോൾ വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നാട്ടിൽ നിൽക്കും. അപ്പോൾ ഞാൻ വന്ന കാര്യം ചെയ്തു തീർക്കുവാനായിട്ട്, അപ്പോൾ ഇത് തീരാതെ ഇരുന്നപ്പോൾ പലപ്പോഴും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാലും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്കറിയാം അത് നീട്ടിയതിൻ്റെ ഉദ്ദേശത്തെ. അനേക കാര്യങ്ങൾ എന്നിൽ നിന്ന് മാറ്റി തരുവാനായിട്ട് എൻ്റെ കർത്താവ് വലിയ ചെയ്തു. അനേകം ഇന്ന് ഞാൻ വന്ന സമയത്ത് ഇത് നടന്നിരുന്നു എങ്കിൽ അനേകം പ്രതികൂലത്തിലൂടെ വീണ്ടും ഞാൻ പ്രതിബന്ധത്തിലേക്ക് കടന്നു പോകുമായിരുന്നു. അത് തിരിച്ചറിയുവാനായിട്ട് ഓരോ ദിവസവും അത് തിരിച്ചറിയുവാനായിട്ട് കർത്താവ് വലിയ ചെയ്തു. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ താമസിക്കുന്നുവെങ്കിൽ അത് നല്ലത് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. അത് അതിനകത്ത് ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ടോ എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധ്യമായി തീരണം. കാരണം അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നത്തിലേക്ക് ഞാൻ വീണ്ടും കടന്നു പോകുമായിരുന്നു. അതൊക്കെ ഒഴിവാക്കി ഏകദേശം ഇപ്പോൾ രൂപപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുകയാണ് കർത്താവ്. വലിയ ചെയ്യും. എത്ര ശത്രുക്കള് നേരിട്ട് എത്ര നശിപ്പിച്ചു കളയുവാനായിട്ട് ഒതുങ്ങിയിട്ടും ഇന്നും നശിക്കാതെ ജീവനോടുകൂടെ കർത്താവ് എന്നെ ഇവിടുന്ന് നിർത്തി
ഇന്ന് ഇവിടെ നിൽക്കുവാനായിട്ട് സാധിച്ചുവെങ്കിൽ അവൻ്റെ കരുണ ഒന്ന് മാത്രമാ. അനേകം കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്, സമയക്കുറവ് മൂലം ഞാൻ ഒന്നും പറയുന്നില്ല. ദൈവം ഇത്രത്തോളം എന്നെ അവിടുന്ന് മാനിച്ചു, ഇത്രത്തോളം അവിടുന്ന് വഴി നടത്തി. ആ ദൈവത്തിന് ആയിരം നന്ദി പറഞ്ഞുകൊണ്ട്, പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ 2 വർഷമായി എൻ്റെ ഈ കൈയുടെ വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഞാൻ പാസ്റ്ററോട് പറയും, പാസ്റ്റർ ഒന്ന് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞ് അസ്ഥിക്ക് ഷുഗർ കയറി പിടിച്ചിരിക്കുകയാണ് ആൻറ്റി, അതുകൊണ്ടാണ് ആ വേദനയിൽ നിന്നോട് പറയുവാനിടയായി. ഞാൻ എപ്പോഴും ആ വിഷയം ഞാൻ എല്ലാവരോടും പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, എനിക്ക് എന്താ ഒരു വിടുതൽ നടക്കാത്തതെന്ന് ഞാൻ ദൈവത്തോട് കരയാറുണ്ട്. അങ്ങ് കരഞ്ഞ് ഇന്ന് രാവിലെയും ഞാൻ കരഞ്ഞു, കർത്താവേ എനിക്കെന്താ ഈ കൈക്കൊരു വിടുതൽ തരാത്തത്, എൻ്റെ വേദന എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കൈ പൊക്കാൻ പറ്റുന്നില്ല. കർത്താവിനോട് ഞാനത് ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ച്. പാസ്റ്റർ ഇങ്ങനെ തലയെ കൈവച്ചപ്പോൾ തന്നെ എനിക്ക് ആ വേദന, അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വേദന വിട്ടുപോയി. 2 വർഷമായി ഞാൻ അനുഭവിക്കുന്ന. ഇന്നിപ്പോൾ ഞാൻ ധൈര്യത്തോടെ എൻ്റെ വേദന മാറിയതിനായി ഞാൻ യേശുവിന് നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, കർത്താവേ, ഞാൻ എൻ്റെ ഒരുപാട് വിഷയങ്ങളുണ്ട്, എനിക്ക് വേദനകളുണ്ട്, എങ്കിലും ഈ കൈവേദന എന്തുകൊണ്ട് മാറുന്നില്ല എന്നുള്ളൊരു ചോദ്യം ദൈവനാമത്തിൻ്റെ മുന്നിൽ ഞാൻ ചോദിക്കുവാനിടയായി. ഇന്ന് ഇപ്പോൾ ഈ സമയം എനിക്ക് എൻ്റെ വേദന മാറ്റിത്തന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനായി കോടാനുകോടി ഞാൻ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തോടെ വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന. ആമേൻ, ആമേൻ. കർത്താവ് ചെയ്ത അത്ഭുത വിടുതലായിട്ട് വിശ്വസിക്കുന്നില്ല. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ, കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എൻ്റെ മകൻ ഒരു കണ്ടെയ്നർ ലോറിയുടെ ഇവൻ്റെ കണ്ടെയ്നർ ലോറി ഇവൻ്റെ മിററിൽ വന്ന് തട്ടുകയും ഇവൻ താഴെ വീഴുകയും അൺകോൺഷ്യസ് ആവുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷമാണ് ഇവന് ബോധം വന്നത്. പിന്നെ അത് കഴിഞ്ഞ് CT സ്കാൻ ചെയ്തു, എല്ലാ ചെക്കപ്പും നടത്തി, യാതൊരു കുഴപ്പമില്ലാണ്ട് കർത്താവ് അവനെ രക്ഷിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. അതുപോലെ റോയി പാസ്റ്ററിനും കുടുംബത്തിനും നന്ദി, അതുപോലെ ജോബി പാസ്റ്ററിനും കുടുംബത്തിനും നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ചെയ്യുന്ന ആ വലിയ അത്ഭുതത്തിനായിട്ട് നന്ദി. പ്രിയരെ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജിൻ്റെ നടുവിൽ, ഈ സാക്ഷ്യത്തിൻ്റെ നടുവിൽ നിങ്ങൾ ഒരു വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നാളുകളായിട്ട് നന്മ കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മേഖലയിൽ നിങ്ങളൊന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. രോഗത്തിൻ്റെ അനുഭവത്തിനൊക്കെ തൂഴിയ വില പോലെ ചെയ്യുന്ന കഷ്ടത്തിൻ്റെ നടുവിൽ, അനർത്ഥങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവം വിടുവിക്കാൻ ഇറങ്ങുന്നു തിരിച്ചറിഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതലുകൾ ഇവരുടെ മേളിൽ സംഭവിക്കട്ടെ. കർത്താവെ, ഈ ജനത്തിന് വേണ്ടി അങ്ങ് വലിയ വാതിലുകൾ തുറക്കുന്നതിനായി നന്ദി. കർത്താവെ, ഞങ്ങളുടെ കരം ഇവർക്ക് അനുകൂലമാകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അറിയോ, ഒരിക്കലും മുമ്പോട്ട് വിടാതെ, ഒരിക്കലും നന്മകൾ കാണിക്കാതെ, എന്നും കണ്ണുനീരിലും, എന്നും ഊഴിയ വേലയിൽ, എന്നും കഷ്ടതയിൽ, എന്നും അനർത്ഥത്തിൽ കിടക്കുന്ന അങ്ങയുടെ മക്കളെ ഇപ്പോൾ അങ്ങയുടെ കരം കൊണ്ട്, അങ്ങയുടെ രക്തത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ നാമത്തിൻ്റെ അധികാരത്താൽ ഈ മക്കളെ ഒന്ന് വീണ്ടെടുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ തമ്പുരാനെ ഇവരുടെ മേളിൽ അങ്ങ് ഇറങ്ങുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരം ഇവരുടെ മേളിൽ ചലിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ ഇവർക്ക് വേണ്ടി വലിയ നന്മകൾ വെളിപ്പെട്ടു വരട്ടെ. ഇവർ ഹല്ലേലൂയ നാളുകൾ വിടത്തില്ലെന്ന് പറയുന്ന ചെങ്കടൽ മുറിഞ്ഞക്കരെ കയറട്ടെ. ഇവർ സ്വതന്ത്രരാകട്ടെ. ഇവർ വിടുതലുകൾ കാണട്ടെ. ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ സ്വാതന്ത്ര്യം പ്രാപിച്ചതിനായി നന്ദി. ഇവർ വിടുതൽ പ്രാപിച്ചതിനായി നന്ദി. ഇവർ അത്ഭുതം കണ്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ പ്രാർത്ഥനയും ഈ വചനവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കണം. വേഗത്തിൽ തന്നെ ഇന്ന് വിടുതലുകൾ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കണമെന്ന് ഓർപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ വിളിച്ചറിയിക്കാട്ടെ. അതേപോലെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും നിങ്ങൾ ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി കരം നീട്ടണം. ദൈവം നിങ്ങൾക്ക് കടക്കാനുണ്ടെന്നുള്ളത് നിങ്ങൾ തെളിയിക്കും. അല്ലെങ്കിൽ അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ എപ്പിസോഡുകൾ മിസ്സാകാതെ നിങ്ങൾ കണ്ടാട്ടെ, മറ്റുള്ളവർക്ക് ഇത് കൊടുത്താട്ടെ. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. അനേകായിരങ്ങളുടെ വിടുതലുകൾ ആ പ്രാർത്ഥനയിൽ നടന്നിട്ടുണ്ട്. നിങ്ങളുടെയും പ്രാർത്ഥന
വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയും. കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ 811 വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിച്ചാട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് ജോൺ പറഞ്ഞ ദൈവം അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.